തനിച്ചു താമസിക്കുന്ന വയോധികയുടെ വീട്ടിൽ കയറി മുളകുപൊടി വിതറി സ്വർണം കവർന്ന കേസിൽ 3 പേർ പിടിയിലായി. മലപ്പുറം വണ്ടൂർ സ്വദേശികളായ സഹോദരങ്ങളും സഹോദരി ഭർത്താവുമാണ് കടബാധ്യത തീർക്കാൻ ഇത്തരത്തിലൊരു മോഷണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. ഡിസംബർ 22-നാണ് വണ്ടൂർ സ്വദേശിയായ ചന്ദ്രമതിയുടെ സ്വർണം പ്രതികൾ കവർന്നത്. വണ്ടൂർ അമ്പലപ്പടി സ്വദേശി നിതിൻ, സഹോദരൻ നിഖിൽ, ഇവരുടെ സഹോദരി ഭർത്താവ് ജിജേഷ് എന്നിവരാണ് പിടിയിലായത്. ജിജേഷിന്റെ കടബാധ്യത തീർക്കാനാണ് മോഷണം നടത്തിയത്. എറണാകുളത്ത് ജോലി ചെയ്യുന്ന നിഖിലിനെ ഉൾപ്പെടെ നാട്ടിലേക്ക് വിളിച്ചുവരുത്തി മോഷണം ആസൂത്രണം ചെയ്യുകയായിരുന്നു. രാത്രി 8 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. കുറച്ച് സമയം ഈ പരിക്ക് പറ്റിയ സ്ത്രീക്ക് ബഹളം ഉണ്ടാക്കാനോ മറ്റുള്ളവ സാധിക്കാത്തതിനാൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് ആളുകൾ അറിഞ്ഞിട്ടുള്ളത്. ആ പരിസരങ്ങളിലുള്ള CCTV അടുത്തൊന്നുമില്ല. ബാക്ക് ഭാഗത്ത് വയലായതിനാൽ മറ്റു CCTV ഒന്നും നമുക്ക് ലഭിച്ചില്ല. തുടർന്ന് ഞങ്ങൾ പോലീസ് ആ ഭാഗങ്ങളിൽ ഉള്ള കുറച്ച് ബാറിനോട് ചേർന്നുള്ള CCTVകൾ മറ്റും പരിശോധിച്ച് ആ ഭാഗത്ത് ഉള്ള സംശയമുള്ള ആളുകളെ നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം ഒരു 3 പേരെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്തതാണ്. അവരുടെ CDRകളും മറ്റ് അവരുടെ സാന്നിധ്യവും ഒക്കെ പരിശോധിച്ചപ്പോൾ പോലീസിന് ഇവർക്ക് ഇതിൽ ബന്ധമുണ്ട് എന്ന് മനസ്സിലായി. അതിനുശേഷം ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇവർ ഈ വള മോഷ്ടിച്ച കാര്യത്തെക്കുറിച്ച് കൺഫസ് ചെയ്യുകയുണ്ടായിരുന്നു. 3 പേരും മുഖം മൂടി ധരിച്ചാണ് എത്തിയത്. മുളകുപൊടി വിതറി ചന്ദ്രമതിയുടെ മൂക്കും വായയും പൊത്തിപ്പിടിച്ച് 2 പവനോളം വരുന്ന വളകൾ മുറിച്ചു കടന്നു കളയുകയായിരുന്നു. അക്രമത്തിൽ നിലത്ത് വീണ ചന്ദ്രമതിയുടെ ബോധം പോയിരുന്നു. പിന്നീട് അയൽവാസിയെ വിവരമറിയിച്ചപ്പോഴേക്കും പ്രതികൾ രക്ഷപ്പെട്ടു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മോഷണത്തിന് ശേഷം തിരികെ എറണാകുളത്തേക്ക് പോയ നിഖിലിന്റെ കയ്യിൽ നിന്നും വളകൾ കണ്ടെത്തുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.